കലാമണ്ഡലം സത്യഭാമ തള്ള വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കലാമണ്ഡലം സത്യഭാമ തള്ള വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഊക്കാനും ഊക്ക് മേടിക്കാനും വേണ്ടി മാത്രം ജനിച്ച ജന്മമാണോ സത്യഭാമയുടേത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. എത്ര തെറികൾ തിരിച്ചു കിട്ടിയിട്ടും തള്ളക്ക് മതിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? പിന്നെ മല്ലിക സുകുമാരൻ, സ്നേഹ ശ്രീകുമാർ, അതുപോലെ അറിയപ്പെടാത്ത വേറെ കുറെ ആളുകൾ, അവരെല്ലാം തെറി വിളിച്ചു കഴിഞ്ഞു. ഇത് ഒരുപാടുണ്ടല്ലോടാ. പിന്നെ മല്ലിക സുകുമാരൻ, സ്നേഹ ശ്രീകുമാർ, അതുപോലെ അറിയപ്പെടാത്ത വേറെ കുറെ ആളുകൾ, അവരെല്ലാം തെറി വിളിച്ചു കഴിഞ്ഞു. ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. സത്യഭാമ ചേച്ചി നേരെ എത്തിയത് മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള നന്ദനയുടെ മുന്നിലേക്കാണ്. അണ്ണാക്കിലേക്കാണോ എന്ന് കയറുന്നത്? സത്യഭാമയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. നോക്കണല്ലോ. കുറച്ച് ബോധത്തിൽ സംസാരിക്കും ചേച്ചി, എന്താണ് പറയണെന്നുള്ളത്, മറ്റുള്ളവരെ എങ്ങനെ അവരുടെ മനസ്സ് എത്ര വേദനിക്കുന്നുള്ളൂ. പിന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ട. ഇനി ഇതിനുള്ള സത്യഭാമയുടെ മറുപടിയാണ് മക്കളെ നിങ്ങൾ കാണേണ്ടത്. അമ്മേ ചതിച്ചു, ആ പാറുമ്മ കൊടിയും വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ചോരിയായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എവിടെ? ഇനി ഇതിനുള്ള സത്യഭാമയുടെ മറുപടിയാണ് മക്കളെ നിങ്ങൾ കാണേണ്ടത്. കഷ്ടം, നേരം വെളുത്തിട്ട് തള്ള വാ പൂട്ടിട്ടില്ല. ഇനിയും തുറക്കാൻ പറഞ്ഞാലേ അടക്കൂലട്ടാ, അതാ സാധനം. നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോന്താണ് എന്റെ. നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോന്താണ് എന്റെ. കയ്യാക്കാൻ പറ്റില്ല. അമ്മായിയമ്മയുടെ റോൾ കൊടുക്കാം. അമ്മായിമ്മയായിട്ട് അഭിനയിക്കുന്നതിന്റെ അമ്മായിമ്മനെ പോയിട്ട് വിളിച്ചിട്ട് വാടാ. ആയ തുറന്നാൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കാനല്ലാതെ വേറൊന്നും ഈ തള്ളക്ക് അറിയില്ലെന്ന് തോന്നുന്നു. എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കാ, ഈ സാധനം അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതാണോ? നീക്ക് എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞതിലൂടെ ഈ തള്ള ഉദ്ദേശിച്ചത് മറ്റേത് തന്നെയാണ്. അതായത് കിടന്നു കൊടുത്തിട്ടാണ് നന്ദൻ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങൾക്ക്. വലിയ സുന്ദരി, നീ എന്റെ സൗന്ദര്യത്തിനെ പറയാ, നീ ആരാടി? ഒന്നും പറയാറായിട്ടില്ല കേട്ടാ. അതെന്താണ് തള്ളേ? തളനെ കുറിച്ച് പറയണമെങ്കിൽ പ്രത്യേകം വല്ല ഡിഗ്രി എങ്ങനെ എടുക്കണോ? ഒരു തള്ളയെ മേക്കപ്പ് ഇടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നോ? ഒന്നും പറയാറായിട്ടില്ല കേട്ടാ. അതെന്താണ് തള്ളേ? തളനെ കുറിച്ച് പറയണമെങ്കിൽ പ്രത്യേകം വല്ല ഡിഗ്രി എങ്ങനെ എടുക്കണോ? ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നലോടി. വാട്ട്? കേരളക്കാരെ മൊത്തം എന്റെ കൂടെയാ. എല്ലാ കേരളക്കാരെയും എന്റെ കൂടെയുണ്ട്. അതേത് കേരളക്കാരാ? ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചോർന്നാ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ കുറച്ച് വസന്തങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് പിന്നെ ഒരേ വേവ് ലെങ്തിലുള്ള തീട്ടങ്ങൾ വേറെയും ഉണ്ടാവല്ലോ. തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ. പറയാറായിട്ടില്ല. ഈ ലോറി കയറി ഇറങ്ങിയ മോന്തയാണ് നിന്റെ. ഞാനൂള് പത്തിയെടുക്കണ, നീ ആരോടാണ്ടി സംസാരിക്കുന്നത്? പറയാറായിട്ടില്ല. ഈ ലോറി കയറി ഇറങ്ങിയ മോന്തയാണ് നിന്റെ. സോറി പറയാൻ വന്നിട്ട് പൂരപ്പാട്ട് പാടുക. ഞാനും ശരിയാക്കി തരാം. കൊരണ്ട് തള്ളേ. നീ എന്താണ് എന്നെ വിളിച്ചത്? മൂദേവിനോ? അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി, എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ വാലി ഞാൻ അവിട്ട് വെച്ച് പൊട്ടിച്ചാളി. വവ്വാല് ചപ്പിയ നിന്റെ മുടി. വവ്വാല് ചപ്പിയത് നീ കണ്ണു. നീ വവ്വാലിനെ ആർക്കറിയാം നിനക്ക്? ഇത് വവ്വാല് ചപ്പിയതല്ലേ? ഇതൊക്കെ ഒറിജിനലാ. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്, കൺട്രിമേൻ. ഉള്ളില് കാളകൂടം വിഷം നിറച്ച് എല്ലാ വീഡിയോസിലും തുപ്പുന്ന നിങ്ങളെ എന്തായാലും ഞാൻ ഇനി ടീച്ചറെ എന്ന് വിളിക്കാൻ പോകുന്നില്ല. ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. വല്ലതും പറഞ്ഞാൽ തന്നെ കേൾക്കാത്ത മട്ടിലങ്ങ് നിന്നാ മതി. ഈ ജന്മത്തിൽ ഇനി ഇവരാരും ടീച്ചറെ എന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ. ഈ ജന്മത്തിൽ ഇനി ഇവരാരും ടീച്ചറെ എന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൽക്കാരത്തിൽ ഞങ്ങൾ അതിഥി ദേവോ ഭവ എന്ന മര്യാദ പാലിക്കുന്നവര്. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. ഈ തള്ളക്ക് ഇതെന്തിന്റെ സൂക്കേടാണ്? കമന്റാണേ. മോന്ത കണ്ടാലും മതി, മലച്ച ചുണ്ടും തൂങ്ങിയ സ്കിന്നും കൊണച്ച സംസാരവും പാറക്കല്ലിട്ട് ഉരച്ച ശബ്ദവും. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ തള്ളക്ക് ഇതെന്തിന്റെ സൂക്കേടാണ്? കമന്റാണേ. മോന്ത കണ്ടാലും മതി, മലച്ച ചുണ്ടും തൂങ്ങിയ സ്കിന്നും കൊണച്ച സംസാരവും പാറക്കല്ലിട്ട് ഉരച്ച ശബ്ദവും. ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.